ഈ ഒരു അടുത്തിടെ ഇറങ്ങിയ മധുവിധു എന്നുള്ള ഒരു പടത്തെ പറ്റിയുള്ള റിവ്യൂ ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഈ ഒരു പടത്തിൻ്റെ അകത്ത് ഷറഫുദ്ദീനാണ് പ്രധാന കഥാപാത്രത്തിൽ വന്നത്. ആകെ മൊത്തം കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് പടമാണ് ഈ പറഞ്ഞ മധുവിധു. ഇതിൻ്റെ അകത്ത് കുറേ കോമഡി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് തന്നെ ഷറഫുദ്ദീൻ്റെ ഇതിൻ്റെ അകത്ത് കോമഡി ടൈമിങ് നന്നായിട്ടുണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഈ ഒരു പടം കണ്ടുകൊണ്ടിരുന്നപ്പോഴും തോന്നി. ഈ ഒരു പടം മാത്രമല്ല, പുള്ളിയുടെ മുമ്പത്തെ പടങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ കോമഡി ടൈമിങ് അത്യാവശ്യം കൊള്ളാം. ആ ഒരു പുള്ളിക്ക് ആ ഒരു നാക്കുണ്ട് ആ ഒരു കോമഡി ചെയ്യുമ്പോൾ. നമുക്കത് കോമഡി ആയിട്ട് തോന്നും, നല്ല കൺവിൻസിങ് ആയിട്ട് തോന്നും. അതിൻ്റെ ഒരു നാക്കുണ്ട് ഈ പുള്ളിക്കുന്ന. മുമ്പ് പല പടങ്ങളിലും എനിക്ക് തോന്നിയിട്ടുണ്ട്. പെറ്റ് ഡിറ്റക്റ്റീവ്, അതുപോലെ തന്നെ ഹെല്ലോ മമ്മി, ഇങ്ങനെ കുറേ പടങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്തെ ഏറ്റവും വലിയ വേറെ സെറ്റപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റ് പല പടങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് സാധനങ്ങളുടെ ഒരു മിശ്രണം എന്നൊക്കെ പറയില്ല, ഒരു മിക്സ്ചർ. അങ്ങനെ ഒരു മിക്സ്ചറാണ് ഈ പറഞ്ഞ പടവും. നമ്മൾ പല പടങ്ങളിലായിട്ട് കണ്ടിട്ടുള്ള കുറേ തീമുകളൊക്കെ ഈ ഒരു പടത്തിൻ്റെ അകത്ത് വരുന്നുണ്ട്. നമ്മൾ ചില 90s പടങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, കുടുംബ സിനിമകളൊക്കെ, അതിൻ്റെ അകത്ത് വരുന്ന പോലത്തെ ഒരു രീതിയിലൊക്കെ ചില ഇടങ്ങളിലൊക്കെ നമുക്ക് തോന്നി ഈ പടം പോകുന്ന രീതി കാണുമ്പോൾ. പിന്നീട് അങ്ങോട്ട് ട്രാക്ക് മാറ്റിയിട്ട് കുറച്ചും കൂടെ മോഡേൺ ആക്കാനായിട്ട്, മോഡേൺ പിടിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. എനിവേസ് കുറേ പടങ്ങൾ നമുക്ക് ഓർമ്മ വരും ഈ ഒരു പടം കാണുമ്പോൾ. എസ്പെഷ്യലി ഹെലോ മമ്മിക്കകത്തൊരു സീനുണ്ട്. ഈ പറഞ്ഞ ഹസ്ബൻഡ് വൈഫിൻ്റെ ആ റൂമിലേക്ക് കയറാണ്ട് ഇടിച്ച് കയറാണ്ട് ശ്രമിക്കുന്ന ഒരു അതുപോലത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. സെയിം സാധനം തന്നെ ഈ ഒരു പടത്തിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മറ്റേ പടമായിട്ട് ശരിക്കും കണക്ട് ചെയ്യാനായിട്ട് വായിക്കാൻ പറ്റുന്ന അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് കഥാപാത്രങ്ങളായിട്ട് ഷറഫുദ്ദീനുണ്ട്, ജഗദീഷുണ്ട്, ഷറഫുദ്ദീൻ്റെ കസിനായിട്ടൊരു പുള്ളിയൊക്കെ വരുന്നുണ്ട്. കുറേ കോമഡികളൊക്കെ കൊള്ളാം ഈ ഒരു പടത്തിൻ്റെ അകത്ത്. ചുമ്മാ ഇങ്ങനെ കണ്ടിരിക്കാം. കിടിലം പടമൊന്നും പറയാനില്ല. ഒരു ആവറേജ് ആയിട്ടുള്ള തിരക്കഥയൊക്കെ ഉള്ളൂ. പിന്നെ അവസാനത്തേക്ക് വരുമ്പോഴത്തേനും കുറേ പ്രണയങ്ങളുണ്ട്, റൊമാൻസ് പരിപാടികളുണ്ട് കുറേ എണ്ണം. കുറേ ആളുകൾക്ക് ഇതിൻ്റെ അകത്ത് പ്രണയമുണ്ട്. ഇവരെല്ലാം കല്യാണങ്ങളുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. എല്ലാം അങ്ങനെ മൊത്തത്തിലൊരു കൂട്ടിക്കുഴച്ചൊരു പരിപാടിയാണ്. ക്ലൈമാക്സിലേക്ക് വരുമ്പോഴേക്കും കുറച്ച് ഡിഫറൻസ് ഒക്കെ പിടിക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു ക്ലൈമാക്സിലൊക്കെ കുറച്ച് കോമഡി കൊണ്ടുവന്നുകൊണ്ട് ആ ഒരു എന്താ പറയുക, ക്രിഞ്ച് പരിപാടി ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും അവിടെ ഇവിടെയൊക്കെ ക്രിഞ്ചുണ്ട്. ക്രിഞ്ചില്ലാത്തൊരു പടമൊന്നുമല്ല. ഭയങ്കര സീരിയസ് ആയിട്ട് ഒരു പടം കാണാനൊക്കെ ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പടമൊന്നും കാണാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അങ്ങനെ ഒരു സീരിയസ് പടമൊന്നുമല്ല. പക്ഷേ ഇടയ്ക്ക് ക്രിഞ്ചുണ്ട്, ഇടയ്ക്ക് കോമഡി ഉണ്ട്. ഷറഫുദ്ദീൻ്റെ നാക്കിലുള്ള അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അങ്ങനെ ആകെ മൊത്തം ഒരു ഫാമിലി സെറ്റപ്പാണ്. പക്ഷെ ഒരു ഫാമിലി മൂവിയാണ് കൂടുതലായിട്ട്. നമ്മൾ റൊമാൻസ് പടത്തെക്കാളും കൂടുതലായിട്ട് എനിക്ക് തോന്നിയത് ഫാമിലി ടൈപ്പ് സാധനമാണ്. കാരണം രണ്ട് ഫാമിലികൾ തമ്മിലുള്ള ഈഗോ ക്ലാഷ്, ഇടയ്ക്ക് സായി കുമാറിൻ്റെ കുറേ ടൈമിങ് സാധനങ്ങളൊക്കെ ഉണ്ട്. അടി ഇടി വഴക്ക് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ചില അഡൾട്ട്സ് ജോക്കുകൾ വരുന്നുണ്ട്. എന്നിരുന്നാലും ആകെ മൊത്തം ഒരു ഫാമിലി വൈബാണ്. ഈ ഒരു പടത്തിൻ്റെ ഒരു പ്ലോട്ട് തന്നെ കിടക്കുന്ന ആ ഒരു രീതിയിലാണ്. കാരണം ഒരു തറവാടുണ്ട്, തറവാടിൻ്റെ അത് 5 ആൺമക്കളുണ്ട്. ആ ഒരു തറവാടിൻ്റെ പേര് തന്നെ ഇവർ പലതവണ പറയുന്നുണ്ട്. ഭയങ്കര തറവാടികളാണ്, ഭയങ്കര പേര് കേട്ട ഇല്ലാണെന്നുള്ള രീതിയിൽ ആ ഒരു സെറ്റപ്പിലൊക്കെ. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അത് തന്നെ ഭയങ്കര റിപ്പീറ്റേറ്റീവായിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു തറവാട്ടിലുള്ളവർ ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ ചെന്നിട്ട് ഒരു മാരേജ് ഫിക്സ് ചെയ്യുന്നു. മാരേജ് ഫിക്സ് ചെയ്യുന്നതെന്നല്ല, മാരേജിനുള്ള ഒരു വകുപ്പ് എത്തിപ്പെടുന്നു. അതുകൊണ്ട് അങ്ങനെ മാരേജ് ഇങ്ങനെ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് സായികുമാറാണ് ഇതിനകത്ത് ആ ക്രിസ്ത്യൻ ഫാമിലിയിലെ ഒരു കാരണവർ എന്നൊക്കെ പറഞ്ഞ ഒരാൾ. ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കല്യാണം നടത്തി കൊടുക്കുവാണ്. ആ ഒരു സെറ്റപ്പാണ് പടത്തിനകത്ത്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റുകളൊക്കെ എനിക്ക് കണ്ടപ്പോൾ തോന്നി. അതുപോലെ തന്നെ സായികുമാറുണ്ട്. സായികുമാറിൻ്റെ മോളായിട്ട് അഭിനയിച്ചിരിക്കുന്നത് സായികുമാറിൻ്റെ ശരിക്കുമുള്ള റിയൽ ലൈഫിലെ മോള് തന്നെയാണ്. കുറേ ആളുകൾക്കെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, അറിയാവുന്നവർക്കറിയാം. ഇനി അറിയാത്തവരുടെ അറിവിനായിട്ട് ശരിക്കും പുള്ളിയുടെ ഒരു മോള് ഇന്ത്യ സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുണ്ട്, മോളായിട്ട് തന്നെ. അതിനൊപ്പം തന്നെ ബിന്ദു പണിക്കർ വരുന്നുണ്ട് ഈ പടത്തിൻ്റെ അകത്ത്. ഇങ്ങനെ ആകെ മൊത്തം സായികുമാറിൻ്റെ ഫാമിലി മൊത്തം പടത്തിൻ്റെ അകത്തുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ കഥാപാത്രങ്ങൾ എന്ന് പറയാനായിട്ട് ഒരു ഫാമിലിയിലുള്ള മൊത്തം കഥാപാത്രങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ വയസ്സായിട്ടുള്ളവർ, ചെറുപ്പക്കാർ, ഇങ്ങനെ എല്ലാവരും കൂടെ അടങ്ങുന്നൊരു വലിയ ഫാമിലിയാണ്. അപ്പോൾ ആ ഒരു ഫാമിലിയുടേതായ രീതിയിലുള്ള അവിടെ സംഭവിക്കാവുന്ന ജോക്കുകൾ കാര്യങ്ങളെല്ലാം വർക്കൗട്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഈ പടത്തിലെ മ്യൂസിക്കൊക്കെ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു കേട്ടോ. അതായത് ഈ ഒരു പടത്തിൻ്റെ ഒരു ബഡ്ജറ്റ്, ഒരു സൈസൊക്കെ വെച്ച് നോക്കുമ്പോൾ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പടത്തിൻ്റെ മ്യൂസിക്കൊക്കെ കൊള്ളാം. ഈ പറഞ്ഞാൽ ഒത്തിരി മോശമായിട്ടുള്ള സംഭവമൊന്നുമില്ല. നമുക്കിങ്ങനെ കണ്ടിരിക്കാം. ഒരു സീനിന് ആപ്റ്റായിട്ടുള്ള രീതിയിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുള്ളൂ. കോമഡികളൊക്കെ ആണെങ്കിലും ഒരുമാതിരി മോശമായിട്ടുള്ള സംഭവമൊന്നുമില്ല, കുഴപ്പമില്ല, അങ്ങനെ കണ്ടിരിക്കാം. തിരക്കഥ ഈ പറഞ്ഞ വലിയ സംഭവം എക്സ്പെക്റ്റ് ചെയ്ത് പോരുത്. സ്ഥിരം നമ്മൾ റോം കോം അല്ലെങ്കിൽ ഫാമിലി പടങ്ങളിലൊക്കെ വരാറുള്ള ആ ഒരു തീമൊക്കെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഒരു പടം, ഒരു എൻ്റർടൈൻമെൻറ്റ് പടം. ഇതുപോലെ തന്നെ ഒരു പടം ഉണ്ടായിരുന്നു. പടത്തിൻ്റെ പേരെന്താ, മന്ദാകിനി എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അനാർക്കലി മരക്കാറും
നമ്മുടെ മറ്റേ പുള്ളിയൊക്കെ ഉള്ള ഒരു പടമാണ്. ഈ ഒരു പടത്തിൻ്റെ ഒരു വൈബൊക്കെ ഉള്ളൊരു പടമാണ് ഈ പറഞ്ഞ മധുവിധു എന്നുള്ള പടവും. ഇതിനകത്ത് കുറേ കഥാപാത്രങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് കേട്ടോ. അതിൽ തന്നെ ഒരു മാമനുണ്ട്, ഈ പറഞ്ഞ മന്ദാകിനി എന്നുള്ള സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം. ആ ഒരു റോൾ ചെയ്തിട്ടുള്ള ഇതേ പുള്ളി തന്നെ ഇതിൻ്റെ അകത്ത് ഒരു സുരമാമൻ എന്നുള്ളൊരു റോളായിട്ട് ഇദ്ദേഹം ഈ ഒരു പടത്തിൻ്റെ അതും വരുന്നുണ്ട്. ടെംപ്ലേറ്റ് കഥാപാത്രം, ഒരു വ്യത്യാസവും ഏകദേശം അതേ വർത്താനമൊക്കെ, സെയിം ഡയലോഗ് ഡെലിവറി പരിപാടികളൊക്കെ തന്നെയാണ്. ഇവൻ ഷറഫുദ്ദീൻ്റെ കഥാപാത്രമാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ടെംപ്ലേറ്റ് കഥാപാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. ടൈമിങ് സംഭവങ്ങളൊക്കെ കൊള്ളാം. എനിവേസ് പുള്ളി നേരത്തെ ചെയ്തിട്ടുള്ള പല സിനിമകളിലെയും കഥാപാത്രങ്ങളെ പോലെ തന്നെ ഷറഫുദ്ദീൻ ടെംപ്ലേറ്റ് സാധനം, ഒരു വ്യത്യാസമില്ല. പുള്ളി ഒരു വെറൈറ്റി പിടിക്കാനും ശ്രമിക്കുന്നുമില്ല, അത് വേറെ കാര്യം. അങ്ങനെ കുറേ കഥാപാത്രങ്ങളൊക്കെ കൂടിയിട്ടുള്ള ഒരാകെ മൊത്തം കുഴപ്പമില്ലാത്ത ഒരു എൻ്റർടൈൻമെൻറ്റ് പടം എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു പടം തന്നെയാണ് മധുവിധു. പക്ഷെ നമ്മൾ ഓവർ ഹൈപ്പ് വെച്ചിട്ട് വമ്പൻ എൻ്റർടൈൻമെൻ്റ് ഒന്നും പ്രതീക്ഷിച്ചിട്ട് പോകരുത്. മാതിരി ഒരു പടമൊന്നും അല്ല, കുഴപ്പമില്ല, അങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടം.